നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറയുമ്പോൾ എന്നും ഓർമ്മിക്കുന്നത് ഈ പറയുന്ന അവിഹിതം അല്ലെങ്കിൽ കുൽസിതങ്ങളുടെ ഒരു പരമ്പരയായിട്ട് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ജനങ്ങൾ ഇത് കാണുക. അത്രയ്ക്ക് കുൽസിതമാണ്. വന്ന് ഇപ്പോ ഈ പറയുന്ന നെവിന്റെ കുൽസിതം വരെ ഇപ്പൊ പുറത്തായിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് ശരി? ഈ നെവിന് എതിരായിട്ട് വന്ന ഈ ഒരു ആരോപണം ശരിയാണോ? ഷാനവാസ് പറയുന്നത് കള്ളമാണോ? പിന്നെ നമ്മുടെ ആര്യൻ കഥോരിയ, ഒരു വാളിച്ചിറക്കൻ, ഇവിടെ കിടന്ന ഒരു പക്വതയോ ഒരു വിവരമോ ഉളുപ്പോ ഇല്ലാത്ത ഒരു വാളിച്ചക്കൻ അതിനകത്ത് കിടന്ന് കാണിക്കുന്ന ഞരമ്പ് രോഗങ്ങൾ, അതിനകത്ത് കാണിക്കുന്ന ഞരമ്പത്തരങ്ങൾ, മനസ്സിലായി? അതിനകത്ത് കാണിക്കുന്ന അവന്റെ വൃത്തികെട്ട പ്രവർത്തികൾ ന്യായീകരിക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു ആക്ട് ഒരു പെൺകുട്ടിയോട് ചെയ്തിട്ട് ആ ആക്ടിനെ ന്യായീകരിക്കുന്ന ഗതികെട്ട് പോയ അവരുടെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താണ്? എന്തുകൊണ്ട് ഇത്രയും ചെറിയൊരു ആക്ട്, ഇത്രയും വലിയൊരു ആക്ട് ചെയ്തിട്ട് ഇത്രയും തെണ്ടിത്തനം ഇവൻ ചെയ്തിട്ട് പോലും പലരും അവനെ ഇപ്പൊ താങ്ങുന്നുണ്ട്? ഒരു സംശയം വേണ്ട. ആ താങ്ങാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല, മുമ്പേ അവനെ താങ്ങി. അവന്റെ പല കള്ളങ്ങളും, ഇൻക്ലൂഡിങ് അനുമോള് പറഞ്ഞ സാധനം ഉൾപ്പെടെ, അനുമോള് പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് പ്രവീൺ പുറത്തിറങ്ങി പറഞ്ഞിട്ടുണ്ട്. അനുമോള് പറഞ്ഞത് സത്യമായിരുന്നു എന്ന് പ്രവീൺ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ പറയുന്ന അനുമോളെ കുലസ്ത്രീയായിട്ട് മുദ്ര കുത്തുകയും ആര്യനെ ചെറുക്കണോ അയ്യോ പാവത്താനെ പോലെ ചിത്രീകരിച്ച ഇവർക്ക് ഇപ്പോ തിരുത്തി പറയാനുള്ള മടി. തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് പറഞ്ഞത് തെറ്റായിരുന്നില്ലേ എന്ന് ആൾക്കാർ ചോദിക്കും. ആ തിരുത്തി പറയാൻ മടിച്ചുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു ഗതികെട്ട ഈ മാറിയ ഈ സാധനത്തിന് ഈ വിഴുപ്പ് ചുമക്കേണ്ട ഗതികേടിലേക്ക് അവർ പോകുന്നത്. ഈ വിഴുപ്പ് ചുമക്കുകയാണ്. ആര്യൻ എന്ന് പറയുന്ന വൃത്തികെട്ട വിഴുപ്പ് എന്ത് ചെയ്യുന്നു? ഇവർ ചുമക്കുകയാണ്. കാരണം കുറച്ചു കാലം മുമ്പ് ഇവനെ സപ്പോർട്ട് ചെയ്തു പോയി. ഇവൻ ചെയ്തത് ശരിയാണ്, മറ്റുള്ളവളെ കുറ്റപ്പെടുത്തി, അവൻ പതിവ്രതനാണ് എന്ന് പറഞ്ഞു പോയി. അവനും ജിസേലുമായിട്ട് ഒരു ഇതുമില്ല, അവർ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പാണ്. പുരോഗമനത്തിന്റെ പീക്കിൽ നിൽക്കുന്ന നല്ല മാന്യനായ, വാ തുറന്ന നല്ലത് മാത്രം പറയുന്ന, നല്ലത് മാത്രം ചിന്തിക്കുന്ന, അവിടെയുള്ള ജിസേലിനെ സ്വന്തം അമ്മയെ പോലെ കാണുന്ന ജിസേലിനെ ആരെ പോലെ? ജിസേലിനെ സ്വന്തം അമ്മയെ പോലെ കാണുന്ന, ഈ റെനയെ സ്വന്തം സഹോദരിയെ പോലെ കാണുന്ന പാവപ്പെട്ട പിഞ്ചു പൈതലാണ് ആര്? ഈ ആര്യൻ. ഈ പറയുന്നവര് എന്റെ കേസ് ഞാൻ പറയാം, എന്റെ ഭാര്യയുടെ അടുത്തോ എന്റെ മക്കളെടുത്തോ അല്ലെങ്കിൽ എനിക്ക് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും പെൺകുട്ടികളുടെ അടുത്താണ് ഇവൻ ഈ തെണ്ടിത്തനം കാണിച്ചിരുന്നെങ്കിൽ ഇവന്റെ ചെപ്പയടിച്ച് ഞാൻ തിരിച്ചെന്നെ. മനസ്സിലായോ? ഇവന്റെ ചെപ്പയിലടിച്ച് ഞാൻ തിരിച്ചെന്നെ. അതാണ് എന്റെ സ്റ്റാൻഡ്. അത് അന്നും ഇന്നും എന്നും ഇത് തന്നെയായിരിക്കും സ്റ്റാൻഡ്. ഒരുത്തൻ ഒരു വൃത്തികെട്ട പരിപാടി, ഒരു വൃത്തികെട്ട ആക്ട് ഒരു പെണ്ണിന്റെ അടുത്ത് ചെയ്യുന്നു, അതിനെ പൊക്കുന്നു. അതൊക്കെ പിന്നീട് അതൊക്കെ ഫണ്ണിയല്ലേ? അയ്യോ അവൻ കളിച്ചതല്ലേ, അവൻ കളിപ്പാവയല്ലേ, അവൻ കൊച്ചു ചെറുക്കനല്ലേ, നിന്റെ അടുത്ത് കളിച്ചല്ലേ, നിന്റെ പുറത്ത് കയറി ടച്ചൊന്നും ചെയ്തില്ലല്ലോ. ടച്ച് ചെയ്തു, അവൻ റെനയെ ടച്ച് ചെയ്തു. റെനയ്ക്ക് ഈ ഓർമ്മയില്ല. റെന പറയുന്നത് എന്താണ്? റെന പറയുന്നത് രണ്ട് കൈയെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു എന്നാണ് റെന പറയുന്നത്. റെന എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? റെന ആ സ്പോട്ടിൽ പ്രതികരിക്കുന്നു. ഞെട്ടി പട്ടിയെ എന്തുകൊണ്ട് ടപേന അവൾ ഞെട്ടി എണീറ്റ് പോകുന്നു. അതൊരു പ്രതികരണം തന്നെയാണ്. അല്ലാതെ നീ കിടന്നോന്നും പറഞ്ഞിരുന്നില്ലല്ലോ. അവൾ അങ്ങനെ കിടന്നിരുന്നെങ്കിൽ ഇവനൊരു ഭ്രാന്തനാണ്. ഇവൻ ഒന്നല്ല രണ്ടല്ല 5-6 പിരി പോയി കിടക്കുകയാണ്. ഇവൻ കിടക്കുകയും ചെയ്യുമായിരുന്നു. കാരണം ഒരു ബുദ്ധിയോ വിവരമോ ഇല്ലാത്ത ഒരു വാളിച്ചെറുക്കനാണ് ഇവൻ. ആരും ഈ പറയുന്ന കൊച്ചിലെ പഠിപ്പിച്ച് വിടാതെ തെണ്ടിത്തിരിഞ്ഞ് ഉള്ള വൃത്തികേടെല്ലാം കാണിച്ച്, അല്ലെങ്കിൽ ഈ വൃത്തികേടിനൊക്കെ കൂട്ടി നിൽക്കുന്നവരായിരിക്കാം ഇവന്റെ സറൗണ്ടിങ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഇവനെ നോക്കുന്നവര്. മനസ്സിലായോ? അത്രയ്ക്ക് തല തിരിഞ്ഞു പോയ ഒരു ഐറ്റമാണ് ഈ പറയുന്ന ആര്യൻ. മനസ്സിലായോ? തല തിരിഞ്ഞു പോയ ഒരു ഐറ്റമാണ് ആര്യൻ. അപ്പോ റെന ഇവിടെ പറയുന്നത് കൈ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. കാലെടുത്ത് അവളുടെ കാലിന്റെ പുറത്തോട്ട് വെച്ച് കാലിനെ ഇങ്ങോട്ട് നീക്കിയത് അവൾക്ക് ഓർമ്മയില്ല. അത് ടച്ചല്ലേ? കാല് കൊണ്ട് അവളുടെ കാലിൽ അവൻ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, കാലിനെ ഇവന്റെ 2 കാലുകളുടെ ഇടയിൽ ഇവൾ 2 കാലുകൾ കൊണ്ടുവരുന്നുമുണ്ട്. അത് ഒരു ഭാര്യയും ഭർത്താവും കൂടി കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുരുഷനോ സ്ത്രീ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? എത്ര ഫ്രണ്ടോ ആയിക്കോട്ടെ, എത്ര ഇതോ ആയിക്കോട്ടെ, ഒരു ആണും ഒരു പെണ്ണിന്റെ അടുത്ത് ഈ രീതിയിൽ ആക്ട് ചെയ്യില്ല. ഇതൊക്കെ നോർമലൈസ് ചെയ്യുകയാണ്. അയ്യോ പാവം കുഞ്ഞു വാവ, അവൻ എന്താ പറയുക, കുഞ്ഞു വാവ, ഇതൊക്കെ അവൻ കളിച്ചതല്ലേ? ജിസേല് ഇതൊക്കെ കളിയായിരിക്കാം, പറഞ്ഞാൽ കൂടിപ്പോവും.
ജിസേല് മാമിക്ക് ഇതൊക്കെ കളിയായിരിക്കാം. ഈ പറയുന്ന അപ്പുവിനും, ഈ അപ്പുമോനില്ലേ, അപ്പുമോന് ഇതൊക്കെ തമാശയായിരിക്കാം. പക്ഷെ ഇത് തമാശ അല്ലാത്തവരുണ്ട്. ഈ പറയുന്ന റെനയ്ക്ക് അത് അൺകംഫർട്ടബിൾ ആയെങ്കിൽ അത് അൺകംഫർട്ടബിൾ തന്നെയാണ്. അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഒരിക്കും പ്രശ്നമില്ല. അവൾക്ക് അത് അൺകംഫർട്ടബിൾ ആയി എന്ന് നമ്മുടെ ലൈവ് കാണുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് പിന്നെ ന്യായീകരിക്കുന്നവർ കണ്ടില്ലേ? റെന അപ്പൊ തന്നെ എണീച്ചിട പട്ടിന്നൊന്ന് വിളിച്ചിട്ട് ടപേന്ന് ആ ഒരു സ്പോട്ടിൽ എണീറ്റ് പോകുന്നുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ആരെടുത്ത് പറയുന്നുണ്ട്? നമ്മുടെ ബിന്നിയുടെ അടുത്ത് പറയുന്നുണ്ട്. ബിന്നി അവിടെ കുത്തിത്തിരിച്ചെന്ന് എവര് പറയുന്നു. ബിന്നി ഒരു കുത്തിത്തിരിപ്പിന്റെ റാണിയാണ്. അതുമല്ല, റെനക്ക് ഇതൊക്കെ കിട്ടാൻ വേണം. അത് വേറെ കേസ്. റെന ഇതിന്റെ അപ്പുറം ചെയ്തിട്ടുണ്ട്. പലരെയും കുത്തി ചുമ്മാ ബാക്കിൽ നിറഞ്ഞ് ചൊറിഞ്ഞില്ലേ? അതാണ് നിനക്ക് കിട്ടുന്നത്. അവരുടെ അടുത്ത് തന്നെ അവർക്ക് വേണ്ടിയിട്ട്, ഈ പറയുന്ന ജിസൈലിനും ആര്യനും വേണ്ടിയിട്ടാണ് നീ വിടുവേല ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ മറുപടിയാണ്, അതിന്റെ ഫലമാണ് നീ ഇപ്പൊ കിട്ടുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ബിന്നി പറയുന്നത് എന്താണ്? ബിന്നി പറഞ്ഞത്, നിനക്കിത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നീ ഇത് പ്രതികരിച്ചാൽ മതി. നീ തന്നെ ആലോചിക്കുക, നീ ചിന്തിക്ക്. നീ ചിന്തിച്ചിട്ട് നിനക്ക് അങ്ങനെ അത് ബിന്നിയോ അല്ല പറയാനുള്ളത്. എവൾക്ക് അൺകംഫർട്ടബിൾ ആയി എന്ന് പറയാനുള്ളത് ബിന്നിയോ വേറെ ഞാനോ നീയോ ഈ ന്യായീകരിക്കണ ഒരുത്തനും അല്ല പറയാനുള്ളത്. അത് അവള് പറയണം. എനിക്ക് അൺകംഫർട്ടബിൾ ആയി എന്ന് പറയാനുള്ള ആ പെണ്ണാണ്. ആ പെണ്ണിന്റെ ബൗണ്ടറി എവിടെ അല്ലെ ഏത് വരെ എന്ന് നിശ്ചയിക്കുന്നത് ആ പെണ്ണാണ്, മറ്റാരുമല്ല. ആ പെണ്ണാണ്. അതാണ് ഈ ന്യായീകരിക്കുന്നവർ മനസ്സിലാക്കാനുള്ളത്. ആ പെണ്ണ് നിശ്ചയിക്കുന്നു. ആ പെണ്ണിനെ അവിടെ വെച്ച് അൺകംഫർട്ടബിൾ ആയി എന്ന് കണ്ണും ബുദ്ധിയും ഉള്ളവർക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അവൾ അവിടെ കിടന്നേനെ. അവൾ എണീറ്റ് മാറില്ലായിരുന്നു. ഈ പറയുന്ന നെവിൻ വന്ന് കിടന്നപ്പോ എന്ത് ചെയ്തു? ഇവൻ എന്തുകൊണ്ട് പുറത്തു കയറി കിടന്നില്ല? നെവിനെ വലിച്ചിറക്കി മാറ്റാൻ അറിയാലോ. എവളുടെ ഒന്നും മിണ്ടാതെ നേരെ പോയി അവളെ പുറത്തൂടെ കിടന്നത്. ആ ചെയ്ത ആക്ട് വളരെ വളരെ മ്ലേച്ഛമായ വൃത്തികെട്ട ഒരു ആക്ട് തന്നെയാണ്. ഏത് പെണ്ണും ഇങ്ങനെ ആക്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തനെയും അനുവദിക്കില്ല. ഈ പുരോഗമനവാദം പറയുന്ന ഈ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കുക, അവരുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളുടെ അടുത്താണ് ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ അവർ ഇത് അനുവദിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ്. എനിക്കറിയില്ല. ഞാൻ കൊടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോളോ എന്റെ ഭാര്യയുടെ അടുത്തോ അല്ലെ എനിക്കറിയാവുന്ന എന്റെ റിലേറ്റീവ്സിൽ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്താണ് ഈ വാളി ചെറുക്കൻ ഇത് ചെയ്തിരുന്നെങ്കിൽ അവന്റെ ചെപ്പയടി ഞാൻ തിരിച്ചേനെ. ഒരു 4 പരാതി ഞാൻ ഇതിനു മുമ്പേ ബിഗ് ബോസിനകത്ത് പാസം ചെയ്തതന്നെ. അവിടെ പെൺകുട്ടികളെ വിടുന്നത് വല്ലവന്റെ കാമ കടികൾ തീക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞേനെ. വല്ലവന്റെ ഫ്രസ്ട്രേഷൻ തീക്കാനുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞേനെ. വല്ലവന്റെ തമാശ കളിക്കാനല്ല എന്റെ പെണ്ണിനെ അവിടെ വിട്ടെന്ന് ഞാൻ പറഞ്ഞേനെ. മനസ്സിലായോ? ഇതാണ് എന്റെ ടേക്ക്. മനസ്സിലായോ? ഇതാണ് എന്റെ വാദം. ഈ പറയുന്ന ആക്ടിൽ തൊട്ടില്ലല്ലോ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അവളെയൊക്കെ മറ്റേ വേറെ എവിടെയെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ട്, ബ്രസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ തൊട്ടില്ലല്ലോ, ഇത് ആക്ട് ആയിരുന്നില്ലേ, ഞാൻ തൊട്ടാലുള്ള എനിക്കൊരു ഇന്റൻഷനും ഇല്ലായിരുന്നു, നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോലെ അവർ പറയുന്നത്. ഈ ന്യായീകരിക്കുന്നവര് ഇങ്ങനെ പറയുന്നത്. തൊടണമെന്നില്ല. ഒരു പെൺകുട്ടിയെ ഒരു നോട്ടം കൊണ്ട് പോലും അൺകംഫർട്ടബിൾ ആക്കാൻ പറ്റും. അവന്റെ നോട്ടം ശരിയല്ല, അവൻ എന്നെ നോക്കുന്നത് മറ്റൊരു രീതിയിലാണെന്നൊരു പെണ്ണ് പറഞ്ഞാൽ, പെണ്ണിന് തോന്നിയത് എങ്ങടെ അത് തോന്നിയത് തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്. നോട്ടം പല രീതിയിൽ നോക്കാം. അതാ ആദ്യം മനസ്സിലായി. അതാണ് ഞാൻ വീണ്ടും പറയുന്നു, ആ പെൺകുട്ടിക്ക് അൺകംഫർട്ടബിൾ ആയോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് ആ റെന ഫാത്തിമ മാത്രമാണ്. മറ്റൊരുത്തനും, ഈവൻ എനിക്ക് പോലും അതിൽ ഒന്നുമില്ല. അവള് പറഞ്ഞോ അവൾക്ക് അൺകംഫർട്ടബിൾ ആയെന്ന് പറഞ്ഞോ, ആയിട്ടുണ്ട്. ഇതിൽ എന്ത് ന്യായീകരണമാണ് ഈ പറയുന്ന ബിഗ് ബോസോ അല്ലെങ്കിൽ ലാലേട്ടനും കൊണ്ട് നിരത്തുന്നതെന്ന് എനിക്കറിയണം. ഇതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയ്ക്ക് തെണ്ടിത്തനം കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കില്ല. പക്ഷെ ഇതിനെ വേണമെങ്കിൽ അവർ നോർമലൈസ് ചെയ്ത് വിടും. ഇത് അങ്ങനെ എടുത്തുവിടും, തമാശയ്ക്ക് എടുത്തുവിടെ എന്ന് പറഞ്ഞു വേണമെങ്കിൽ നോർമലൈസ് ചെയ്ത് വിടും. അതല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വിടും. ഈ കുളിച്ചതും വന്ന് പോരാ, ഇതിനപ്പുറം കാണിക്കണം, അല്ലെങ്കിൽ ആര്യന്റെ കയ്യിൽ നിന്ന് കിട്ടണമെന്നാണ് ആഗ്രഹം കൊണ്ട് നിങ്ങൾ നോർമലൈസ് ചെയ്ത് വിട്ടോ. ഡേ 1 തൊട്ട് ഇവൻ കാണിക്കുന്ന വൃത്തികേടുകൾ, കലാഭവൻ സരികയെ പറഞ്ഞ അത് മുതൽ, ലാലേട്ടനോട് കാണിച്ച അനാദരവ് മുതൽ, പിന്നെ അനുമോള് പറഞ്ഞത്, അതിനുശേഷം ഇന്ന് പറഞ്ഞു ബിന്നി ആയിക്കോട്ടെ, ബിന്നിക്ക്, റെനയ്ക്ക്, അനുമോൾക്ക്, ഇവർക്കെല്ലാം ഇവൻ നിന്ന് പറയുന്നതിലും ഡബിൾ മീനിങ് ആണ്. മനസ്സിലായോ? ഡബിൾ മീനിങ് ഇട്ടുള്ള വാക്കുകളും പല കേസും. അന്ന് അനുമോൾ ഒരിക്കൽ പറഞ്ഞ അവന്റെ അവിടെ ഇട്ട് ചവിട്ടുന്നു, അങ്ങോട്ട് പോകുമ്പോൾ ചവിട്ടുന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ ചവിട്ടുന്നു, ഒരു കുട്ടി നിക്കറും ഇട്ട്, ഞാൻ പറയാം ഒരു അണ്ടർവെയറും ഇട്ട്, അതുവരെ
ഒരു പ്രശ്നമില്ല. ഉറങ്ങാൻ നേരം ആകുമ്പോഴും ഒരു അണ്ടർവെയർ അതിനെക്കാട്ടി നീ നിക്കറിട്ടാ നടടേ, അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. ആ അണ്ടർവെയർ ഇട്ടുകൊണ്ടാണ് വല്ല പെണ്ണുങ്ങളുടെ മേലിൽ വലിഞ്ഞു കയറാൻ പോണത്. ജിസൈലിന് അതൊന്നും പ്രശ്നമില്ലായിരിക്കും. ജിസൈലിന് അതൊന്നും പ്രശ്നമില്ല. അത് ജിസൈലിന്റെ പ്രശ്നം. ജിസൈലിന് അവൻ കിടക്കുന്നതോ ഉമ്മ വയ്ക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ ഒന്നും ജിസൈലിന് പ്രശ്നമില്ലായിരിക്കും. പക്ഷെ മറ്റാർക്കെങ്കിലും അത് പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. ഓക്കെ, ഇതാണ് എന്റെ ടേക്ക്. ഇവിടെ ന്യായീകരിക്കുന്നവരടുത്ത് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ആ ഒരു ഗതികേടിലേക്ക് നിങ്ങൾ പോയല്ലോ എന്നുള്ള ഒരു സഹതാപം മാത്രമേ എനിക്കുള്ളൂ. ഇനി നെവിന്റെ കേസിലേക്ക് വരാം. നെവിന്റെ കേസിൽ ഇന്ന് ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നപ്പോൾ ഷാനവാസ് പറഞ്ഞ ഒരു സംഭവം, ഷാനവാസിന് മുമ്പേ ഇവിടെ പറഞ്ഞ മറ്റൊരാളാണ് ആദില വന്നു നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. നെവിനെ നോമിനേറ്റ് ചെയ്ത് പറഞ്ഞത് നെവിൻ ഇവിടെ ഒട്ടും ആക്റ്റീവ് അല്ല, അതെനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അതുമല്ല, ഇവൻ പലയിടത്തെയും എന്തായാലും ബാഡ് ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് പലർക്കും ഇവരിൽ നിന്ന് ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പ്രവീൺ പോയപ്പോ പറഞ്ഞു, രണ്ടാമത് ഷാനവാസ് എന്ന് പറഞ്ഞു. ഈ ഒരു കേസ് ആദിലയ്ക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് പ്രവീൺ പറഞ്ഞുള്ള അറിവ്, ഈ പറയുന്ന ഷാനവാസ് പറഞ്ഞുള്ള അറിവ്, അത് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യം ആദിലയ്ക്ക് ഇല്ലായിരുന്നു. അത് ആദില ചെയ്ത റോങ് ആയിട്ടുള്ള കേസ്. ആര് ചെയ്തതുപോലെ? ലക്ഷ്മി ഇന്നലെ ചെയ്തതുപോലെ അവിടെ ആദില ചെയ്ത തെറ്റാണ്. ഓക്കെ, അവിടെയൊക്കെ ഈ പറയുന്ന ആര് കേട്ടുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ നെവിൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഷാനവാസിന്റെ കൂടെ എത്തിയപ്പോൾ ഷാനവാസ് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, എന്നെ പലപ്പോഴായി അവൻ ബാഡ് ടച്ച് ചെയ്തിട്ടുണ്ട്, ഡബിൾ മീനിങ് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യവും ഞാൻ വിലക്കിയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു, ഞാൻ പലപ്പോഴായും ക്യാമറയിൽ വന്ന് ഞാൻ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെയുള്ള എല്ലാവരിടത്തും ഞാൻ ഇത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന ആര് പറയുന്നത്? ഷാനവാസ് പറയുന്നത്. ഇത് കേട്ട് ഒരു പ്രതികരണവും ഇല്ലാതെ ആരിയ്ക്കുന്നുണ്ട്? ഈ പറയുന്ന നെവിൻ ഇരിക്കുന്നുണ്ട്. നെവിന് ഒരു പ്രതികരണം, വലിയ ഒരു ഞെട്ടലോ കാര്യങ്ങളൊന്നുമില്ല. നെവിൻ അവിടെ ഇരിക്കുന്നു. ഇത് പറയാൻ കാരണം ഇന്നത്തെ രാവിലത്തെ ഇഷ്യൂ ആണ്. ആ മല്ലിയില എടുത്തിട്ട് അവൻ കഴിക്കാൻ പോയപ്പോൾ ഷാനവാസ് അത് പിടിച്ചെന്നല്ല തട്ടി എറിഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നിയത്. നമുക്ക് കാണുമ്പോൾ അത് തട്ടി എറിഞ്ഞതുപോലെ തോന്നിയത്. ഓക്കെ, അതെന്തോ ആയിക്കട്ടെ. ആ സമയത്ത് ഷാനവാസിന് ഇതിന് മുമ്പേ ഈ ഒരു സാധനം പറയാമായിരുന്നു. താങ്കൾക്ക് നേരെ അൺകംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാമായിരുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്തില്ലേ? ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നൊക്കെ പറയണമായിരുന്നു. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ കാണിച്ചിട്ടില്ല. ഈ ഒരു നാറ്റ കേസ് പോട്ടെന്ന് കരുതി കാണും. അങ്ങനെ എടുത്തൊരു ഉന്നയിച്ച് അവനെ തടയിടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണമായിരുന്നു? ഇതുപോലെ നോമിനേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പറയണമായിരുന്നു. ശരി, പറഞ്ഞില്ല. ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഷാനവാസ് എടുത്തിട്ടു. ഇനി നെവിൻ ഇത് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയും ചെയ്തിട്ടുണ്ടെന്ന് പറയും. കാരണം നെവിന്റെ ബിഹേവിയർ ആണ്. നെവിൻ അതിനുശേഷം കാണിച്ച അല്ലെങ്കിൽ അവന്റെ ബോഡി ലാംഗ്വേജ് വെച്ച് ഇത് അവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഷാനവാസ് അവിടെ വളരെ ധൈര്യത്തോട് പറയുന്നുണ്ട്, എന്താണ്, ഞാൻ പലപ്പോഴും അവന്റെ കൈ തട്ടി മാറ്റിയിട്ടുണ്ട്, പലപ്പോഴും ഞാൻ അവന്റെ കൈ തട്ടി മാറ്റി അവനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം എന്താണ്? ഇവിടെ 3 വിഷയങ്ങൾ നടന്നു. ഒന്ന്, അനുമോൾ ഉന്നയിച്ച ആര്യനുമായിട്ടുള്ളൊരു വിഷയം. 2, ഈ പറയുന്ന മസ്താനി ഉനീലിന് നേരെ എടുത്ത ഒരു ആരോപണം. ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഈ പറയുന്ന ഏതാണ്, നമ്മുടെ നെവിന്റെ വിഷയം. ഈ 3 വിഷയത്തിലും ഇവിടെ സത്യസന്ധമായിട്ട് നിരപരാധിയായി നമുക്ക് തോന്നിയത് ആരെയാണ്? ഒലീലിനെയാണ്. ഒലീൽ അപ്പോഴെടുത്ത സ്റ്റാൻഡ്, ഒലീലിന്റെ ആ ഒരു സങ്കടം, ഒലീലിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ ഈ പറയുന്ന ബിഗ് ബോസിന്റെ കൺഫെഷൻ റൂമിൽ പോയി കരഞ്ഞ രീതിയൊക്കെയാണ് നമുക്ക് ജെന്യൂൻ ഏത് ഈ പറയുന്ന ഫേക്ക് ചെയ്തെന്ന് കണ്ടാൽ മനസ്സിലാവും. അവൻ ജെന്യൂൻ ആയതുകൊണ്ട് അവൻ ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്ത് അവൻ ഇപ്പോ ആൾക്കാരൊന്നും നല്ലവനായത്. പക്ഷെ ഇവിടെ ആര്യന്റെ കേസ്, ജിസേൽ എന്ത് ചെയ്തു? പോയി പരാതി പറഞ്ഞു. ഒരു പരാതിയും പറഞ്ഞില്ല. കാരണം ധൈര്യമില്ല, ശക്തമായി പറയാനുള്ള ധൈര്യമില്ല. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇവിടെ നെവിന്റെ കേസ് ചോദിച്ചാലും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നെവിന്റെ ആ കരച്ചിലൊക്കെ എനിക്ക് ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നെവിൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഈ പെട്ടെന്ന് ഷാനവാസ് പറഞ്ഞ ഒരു സംഭവമല്ല ഇത്. ഷാനവാസ് തന്നെ അവിടെ പറയുന്നുണ്ട്, പലപ്പോഴായിട്ട് അവന്റെ അടുത്ത് പറഞ്ഞിട്ട് അതിനൊന്നും അവൻ ഡിഫെൻഡ് ചെയ്യുന്നില്ല. അവനവർ വലിയൊരു ഫൈറ്റിലേക്കൊന്നും പോകുന്നില്ല. അവനെതിരായിട്ട് വലിയൊരു അലിഗേഷൻ വരുമ്പോൾ ഇങ്ങനെയല്ല നിൽക്കാനുള്ളത്. അവൻ പറഞ്ഞിട്ടുണ്ട്, ഒനിയന്റെ അടുത്തായാലും അഭിഷേകിന്റെ അടുത്തായാലും പലരിടത്തും ഈ കേസ് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഷാനവാസിനെ വിശ്വസിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സംഭവം ആരോ ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ, ആരായാലും ഇങ്ങനെ ഒരു ഈ പറയുന്ന ബാഡായിട്ടുള്ള ടച്ച് ചെയ്യുകയോ ദ്വയാർത്ഥമോ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം. അതിപ്പം ഗേ ആയിക്കോട്ടെ, പിന്നെ ലെസ്ബിയൻ ആയിക്കോട്ടെ, അവിടെ സ്ട്രേറ്റ് ആയിക്കോട്ടെ, ആരായാലും തെണ്ടിത്തനം കാണിച്ച തുറന്നു പറയണം. മനസ്സിലായോ?
അല്ലാതെ അവരെ ഈ അക്ബറും കൂട്ടരും ഉണ്ട് എന്തെങ്കിലും അങ്ങനെ അവരെ കൂടെ നിൽക്കും. കാരണം അവരായിരിക്കും നമ്മൾ ഭയങ്കര പുരോഗമനവാദികളല്ലേ. ഇവിടെ രണ്ട് കേസ് ഞാൻ പറയാം. ഈ ഒരു കേസ്, റെനയുടെ കേസ്, ആര്യൻ കാണിച്ചത് മഹാവൃത്തികെട്ട ഒരു ആക്ടാണ്. അതൊരിക്കലും ഒരു പെണ്ണും ക്ഷമിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് കാണാം കുറേവരൊക്കെ ഇതൊക്കെ നോർമലൈസ് ചെയ്ത് കാണും. കുഴപ്പമില്ല, എന്റെ പുറത്ത് കിടന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. ശരി, ഓക്കെ, ഉണ്ടാവട്ടെ. എന്റെ കേസാണ് പറയുന്നത്, മനസ്സിലായോ? വളരെ വൃത്തികെട്ട ആക്ടാണ്. അവൻ അത് മോഹൻലാൽ ഈ ഒരു എടുത്ത് പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ പോലെ ആദ്യം ഈ ഒരു സാധനം കാണിക്കണം. ലാലേട്ടൻ ചെയ്യാനുള്ള ഒരു കേസ് ഈ ഒരു ക്ലിപ്പിംഗ് ഉണ്ടല്ലോ ആദ്യം കാണിക്കണം. ആദ്യം കാണിച്ചിട്ട് ഓരോരുത്തരെ പൊക്കി ചോദിക്കണം. കമാന്നൊരു അക്ഷരം മിണ്ടരുത്. അവരെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യരുത്. അക്ബറാണല്ലോ നിങ്ങളുടെ ചെല്ലക്കുട്ടി. അക്ബറിനെ പൊക്കിയിട്ട് ചോദിക്കണം, ഈ ആക്ട് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദ്യം. അപ്പോഴും പറയും. അല്ലാതെ അവരെ വളച്ചൊടിച്ച് ഇതിലോട്ട് കൊണ്ടുവരരുത്. മനസ്സിലായോ? ആര്യന്റെ അടുത്ത് കാര്യം ചോദിക്കുക, അവളുടെ അടുത്ത് കാര്യം. ആര്യം പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല, ഞാൻ ഇങ്ങനെ ഐ ഡോണ്ട് ഈവൻ ടച്ച് ഹർ എന്നല്ലേ പറയുന്നത്. ഞാൻ അവളെ തൊട്ടുപോലും ഇല്ല എന്നാണ് പറയുന്നത്. ശരി, ഓക്കെ. എന്നിട്ട് ഇത് കാണിച്ചെടുക്കണം. ആരും തൊട്ടിട്ടില്ലേ? കൈകൊണ്ട് തൊട്ടിട്ടില്ലെങ്കിലും കാലുകൊണ്ട് തൊട്ടിട്ടുണ്ട് അവൻ. കാലുകൊണ്ട് തൊട്ട് അവളുടെ കാലുകൾ തന്റെ കാലിന്റെ ഇടയിലോട്ട് അടുപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ട് കിടക്കാൻ വേണ്ടി പോവുകയാണ്. നിനക്കൊക്കെ കണ്ണും മൂക്കൊന്നും ഇല്ലേടേ. ഇതൊക്കെ എന്തൊരു പുരോഗമനം ഉണ്ടാക്കണത് ഇരുന്നുകൊണ്ട്. ഇതെന്തോന്ന് പുരോഗമനമാണ്? നാണമാവുന്നു. മനസ്സിലായോ? നാണം, പുച്ഛമാണ് നിങ്ങളുടെ എനിക്ക് തോന്നുന്നത്. പുരോഗമനമൊക്കെ ആവാടെ ഒരു പരിധി വരെ. പുരോഗമനം മറ്റേ നടുറോട്ടിൽ കിടന്ന് സെക്സ് ചെയ്യാൻ അവര് പുരോഗമനം, അവരും ആണും പെണ്ണും എല്ലാവരും ചെയ്തോട്ടെ എന്ന് പറയുന്നല്ല പുരോഗമനം. മനസ്സിലായോ? ബിഗ് ബോസിൽ വന്നിട്ട് അവിടെ ഇരുന്ന് മറ്റേ കാമ കേളിയിൽ കാണി അതിനെ സപ്പോർട്ട് ചെയ്യുന്നല്ല പുരോഗമനം. അതൊക്കെ ചെയ്യാൻ വേറെ സ്ഥലങ്ങളുണ്ട്. മനസ്സിലായോ? അതൊക്കെ പബ്ലിക് പ്ലേസിലല്ല നിങ്ങളുടെ ഇഷ്ടം കാണിക്കാനുള്ളത്. നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാക്കും, എനിക്കൊരു ഇഷ്ടമുണ്ട്. ഞാൻ നടന്നു പോകുന്ന ഒരു റോട്ടിലെടുത്ത് ഒരു ആണും പെണ്ണും നടന്നുകൊണ്ട് മറ്റേ വൃത്തികേടുകൾ കാണിച്ചാൽ ഞാൻ ചോദ്യം ചെയ്യും. നിനക്ക് വൃത്തികേടുകൾ കാണിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നീ നിന്റെ സ്പെഷ്യലായിട്ടുള്ള റൂമിൽ പോയി എന്ത് ചെയ്യണം? അവിടെ എന്റെ കൺസെന്റും കൂടി നോക്കണം, എന്റെ ഇഷ്ടവും കൂടി നോക്കണം. പൊതുവഴിയിൽ വന്നല്ല വൃത്തികേടുകൾ കാണിക്കാൻ. എനിക്ക് ഇത്രേ പറയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടും. നമുക്ക് കാണാം. ജയ് ഹിന്ദ്.